നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം ആസിയാൻ ടൂർണമെന്റ് ബഹിഷ്കരിച്ചിട്ട് ബ്രസീലിനെതിരെയുള്ള ഒരൊറ്റ മത്സരത്തിന് വേണ്ടി കോടികൾ ചെലവാക്കുന്നതിന്റെ പേരിൽ അത് രൂക്ഷമായിട്ട് ഫെഡറേഷനെ വിമർശിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് ഞാനും. പക്ഷേ ഇപ്പം കാര്യങ്ങൾ ഏകദേശം നല്ല ഗതിയിലേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഉറുഗ്വേക്കെതിരെയും കളിക്കാനുള്ള പോസിബിലിറ്റീസ് ഇന്ത്യ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ വിസ്മയം സൃഷ്ടിച്ച കാബോ വർദ്ധയ്ക്കെതിരെ കളിക്കാനുള്ള തീരുമാനങ്ങൾ ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. കൂടാതെ ഇന്നലെ രാത്രി ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് കോൺകാഫ് മേഖലയിലെ കരുത്തന്മാരെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന പനാമ, കരുത്തന്മാരെന്ന് ഞാനങ്ങ് തള്ളിയതാണെങ്കിലും നല്ല അറ്റാക്കിംഗ് ഇന്റന്റ് ഉള്ള, നല്ല ഫിസിക്കലി കളിക്കുന്ന, വളരെ മികച്ച ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന, ഫിഫ റാങ്കിങ്ങിൽ 44 സ്ഥാനത്തുള്ള പനാമയ്ക്കെതിരെ കളിക്കാനുള്ള ലെറ്റർ ഓഫ് ഇന്റന്റ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവരുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് കിട്ടുകയും ചെയ്തു. സെപ്റ്റംബർ 26 27 വീക്കെൻഡിൽ ഇന്ത്യയിൽ ഒരു മത്സരം കളിക്കാൻ തയ്യാറാണെന്ന് പനാമ ഫുട്ബോൾ കോൺഫെഡറേഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫിഫ റാങ്കിങ്ങിൽ നമ്മളെക്കാട്ടിൽ ഒരുപാട് മുന്നിലുള്ള കുറെ അധികം വിദേശ രാജ്യങ്ങളുമായിട്ട് മത്സരങ്ങൾ കളിക്കാനുള്ള കാര്യങ്ങൾ സ്കെഡ്യൂൾ ചെയ്തിട്ടാണ് ആസിയാൻ ടൂർണമെന്റ് ബഹിഷ്കരിക്കുന്നതെങ്കിൽ അതിനകത്ത് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ആസിയാനൊക്കെ നമ്മ വീട്ടിലുള്ള പോലെയാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കളിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വലിയ ടീമുകൾക്കെതിരെ അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനം നമ്മൾ കാഴ്ചവെക്കുകയാണെങ്കിൽ കൂടുതൽ വലിയ ടീമുകളുമായിട്ട് ഫ്രണ്ട്ലി കളിക്കാൻ കിട്ടുകയും അതുവഴി ഇന്ത്യൻ താരങ്ങളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആകുവാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ഫ്രണ്ട്ലീസ് വരുമ്പം ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺസിന് ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി കൂടും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടും എന്നത് അവർക്ക് ഒരു അഷുറൻസ് ലഭിക്കും. സോ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കൊണ്ട് ഇപ്പം ആ ഒരു ബ്രസീലിനെ കൊണ്ടുവരാൻ വേണ്ടി കോടികൾ ചെലവാക്കുന്നതോട് എനിക്ക് വല്ല എതിർപ്പൊന്നുമില്ല. മെസ്സിയെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് കോടികൾ തട്ടിച്ചതിന്റെ കണക്കിപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ. കൊണ്ടുവരാ എന്ന് പറഞ്ഞ് പറ്റിച്ചതിന്റെ അത്ര ചെലവ് പോലും ഇവന്മാര് കൊണ്ടുവരുന്നതിനാവത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.